RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് നാളെ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ആരംഭിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൽ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുക. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും യോഗം നടക്കുക. വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂരും സോണൽ കൃഷ്ണയും ഒപ്പം ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം പാലക്കാട് അരുൺ ആലത്തൂരിലേക്കാണ് പോകുന്നത്. അരുൺ, കേരളത്തിൽ ആദ്യമായാണ് അഖില ഭാരതീയ സമന്വയ ബൈഠക് നടക്കുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ പോകുന്ന ഒന്നാണ്. ഒപ്പം 100ാം വാർഷികത്തിലേക്ക് RSS എന്ന സംഘടന എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് കേരളത്തിൽ സമന്വയ ബൈഠക് നടക്കുന്നത്. തീർച്ചയായും രജനി, ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു ബൈഠക് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിനെ 32 വിവിധ ക്ഷേത്ര സംഘടനകളാണ് ഈ ബൈഠക്കിലേക്ക് പങ്കെടുക്കാനായി എത്തുന്നത്. ഈ സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമന്വയ ബൈഠക്കിൽ പങ്കെടുക്കുക. നിലവിലേതായാലും ഈ സമന്വയ ബൈഠക്കിനായി എല്ലാ ഒരുക്കങ്ങളും പാലക്കാട് അഹല്യ ക്യാമ്പസിൽ പൂർത്തിയായി കഴിഞ്ഞു. സംഘത്തിന്റെ സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ 2 ദിവസം മുൻപ് തന്നെ ഈ അഹല്യ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഓരോ ബൈഠക്കുകൾ ഇതിനോടകം തന്നെ മുതിർന്ന കാര്യകർത്താക്കളുടെയും മറ്റുമൊക്കെ ബൈഠക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും ഈ ബൈഠക്കിനോടനുബന്ധിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്താണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഏതൊക്കെ ഭാഗത്താണ് അവർക്ക് താമസ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, ഒപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങളും രജിസ്ട്രേഷൻ നടപടികളും ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും സംഘത്തിന്റെ പ്രാന്തീയ കാര്യകർത്താക്കളും അതുപോലെ തന്നെ ജില്ലയിലെ കാര്യകർത്താക്കളും ഒക്കെയാണ് ഉള്ളത്. ഇതിന് തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു മീഡിയ ഭാഗമുണ്ട്. അവിടെ അല്പസമയത്തിനകം ഏകദേശം 12:45 ഈ ഒരു ബൈഠക്കിനോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം നടക്കും. ഈ വാർത്താ സമ്മേളനം സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താവായ സുനിൽ അംബേദ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ പറയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു 32 വിവിധ ക്ഷേത്ര സംഘടനകൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ അതത് സംഘടനകളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. ആ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ബൈഠക്കിൽ ചർച്ചയാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലും നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം 100ാം പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് അടുത്ത വർഷം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ബൈഠക്ക് കേരളത്തിൽ വെച്ച് പ്രത്യേകിച്ച് പാലക്കാട് വെച്ച് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ രാജ്യത്ത് 3ാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന ഒരു ബൈഠക്കാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം തന്നെ കേരളത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞതിന് ശേഷം നടക്കുന്ന ആ ഒരു ബൈഠക്ക് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാ വർഷവും നടക്കാറുള്ള ബൈഠക്ക് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളത് പുനെയിൽ വെച്ചാണ്. ഇത്തവണ ഏതായാലും അത് കേരളത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷത എന്തെന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2 പ്രാന്തങ്ങളായി കേരളത്തെ മാറ്റിയിരുന്നു. ആ 2 പ്രാന്തങ്ങളായി പ്രവർത്തനം വിപുലീകരിച്ചതിന് ശേഷമാണ് ഈ ബൈഠക്ക് കേരളത്തിൽ വെച്ച് പാലക്കാട്ട് വെച്ച് നടക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിനൊക്കെ അപ്പുറം പാലക്കാട് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇരിക്കുകയാണ്. ആ കടക്കാനിരിക്കുന്നതിനിടയിലാണ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ സംഘടനാ സെക്രട്ടറിമാരും ഒക്കെ ഈ മണ്ണിലേക്ക് വരുന്നത് എന്നുള്ളത് ഈ പാലക്കാടുള്ള സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൽ വളരെ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്രയും വലിയൊരു പരിപാടി ഈ പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അവർക്ക് ആ ഒരു സംഘടനാ പ്രവർത്തനത്തിന് അത് കൂടുതൽ ഊർജം പകരുന്നു. ഇത്തരത്തിൽ സംഘടനയുടെ മുതിർന്ന കാര്യകർത്താക്കൾ വിവിധ ക്ഷേത്ര സംഘടനകളുടെ കാര്യകർത്താക്കളൊക്കെ തന്നെ പാലക്കാട്ടെ മണ്ണിനും പ്രാധാന്യം നൽകുന്നു, കേരളത്തിലെ മണ്ണിനും പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഏതായാലും അത്തരം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിലും വലിയ ഊർജം പകരുന്ന കാര്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല. നിലവിൽ ഇവിടെ
ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വിവിധ കാര്യകർത്താക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കൾ വിവിധ സംഘടനകളുടെ, നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ ആയാലും BMS-ന്റെ ആയാലും ABVP-യുടേതായാലും അങ്ങനെ ഓരോ സംഘടനകളുടെയും മുതിർന്ന കാര്യകർത്താക്കൾ, ദേശീയ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ സംഘടനാ സെക്രട്ടറിമാരും ഒക്കെ ഈ പരിപാടി ബൈഠക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെ മിക്ക സംഘടനയുടെ കാര്യകർത്താക്കളും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും മറ്റുമൊക്കെ അതിനോടകം തന്നെ ജില്ലയിലെയും സംസ്ഥാനത്തെയും കാര്യകർത്താക്കളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ബൈഠക്ക് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സംഘം രൂപീകരിച്ച് 100 വർഷമാകുമ്പോൾ ആ 100 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സമന്വയ ബൈഠക്ക് കേരളത്തിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത്. അത് ഏതായാലും ഇപ്പോൾ ഈ ഒരു 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ബൈഠക്ക് ഇവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളത് കേരളത്തിലെ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനത്തിന് അവർക്ക് കൂടുതൽ ഊർജം പകരുന്ന വിഷയമാണ് അത് എന്നുള്ളതിൽ തർക്കമില്ല. രജനി, തീർച്ചയായിട്ടും സംഘടനാ പ്രവർത്തനത്തിൽ താഴെ തട്ടിലുള്ളവർ മുതൽ ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് വരെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നാളെ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് പാലക്കാട് നടക്കുന്നതെന്നാണ്. ഇതിൻ്റെ ഗൗതം കൂടെ ചേർന്നുണ്ട്. ഗൗതം, 5 ലക്ഷത്തിലേക്ക് നീങ്ങുക, അത് തന്നെയാണ് അഖില ഭാരതീയ സമന്വയ ബൈഠക്ക്. കഴിഞ്ഞ വർഷം പൂനെയിൽ നടന്നത് മാറ്റങ്ങളിലേക്കുള്ള കാലുവയ്പ്, ചുവടുവയ്പ്, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒപ്പം 100ാം വാർഷികത്തിൻ്റെ പടിവാതിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100ാം വാർഷികത്തിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്ന RSS എന്ന മഹത്തായ സംഘടന ഇനി നാളെ മുതൽ നടക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? രജനി, കേരളത്തിൽ ആദ്യമായി ഈ സമന്വയ ബൈഠക്ക് നടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയും ഇത് ഇത്രത്തോളം ചർച്ചയാകുന്നതും. കാരണം സമന്വയ ബൈഠക്ക് എല്ലാ വർഷവും രാഷ്ട്രീയ സ്വയംസേവക സംഘം വിളിക്കാറുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കീഴിൽ വരുന്ന സംഘപരിവാറിൻ്റെ ഭാഗമാകുന്ന മുഴുവൻ സംഘടനകളുടെയും പ്രവർത്തന ലക്ഷ്യം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഏതൊക്കെ മേഖലകളിൽ പുതിയതായി കടന്നു ചെന്നു, വരുന്ന ഒരു വർഷക്കാലം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇക്കാര്യങ്ങളെല്ലാം സമന്വയ ബൈഠക്കിനകത്ത് സ്വാഭാവികമായും വിശദീകരിക്കും. എന്നാൽ ഈ ബൈഠക്ക് സ്വാഭാവികമായും വലിയ തോതിൽ ശ്രദ്ധ നേടുന്നത് അത് കേരളത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്നതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ ഘടകം. കാരണം 1964 കേരള ഭ്രാന്ത് രൂപീകരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, കഴിഞ്ഞ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സംഘത്തിൻ്റെ കേന്ദ്രീയ കാര്യാലയമുള്ള നാഗ്പൂരിലാണ് ഈ വർഷം അഖില ഭാരതീയ പ്രതിനിധി സഭ ചേർന്നത്. ആ പ്രതിനിധി സഭയിലെടുത്ത വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം 1964 രൂപീകരിച്ച കേരള ഭ്രാന്തിനെ സംഘം 2ആയിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അത് സംഘത്തിൻ്റെ പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി ശാഖകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്ന സാഹചര്യത്തിലാണ് കേരള ഭ്രാന്തിനെ 2ആയി മാറ്റി. പിന്നീട് ദക്ഷിണ കേരള പ്രാന്തം, അതോടൊപ്പം തന്നെ ഉത്തര കേരള പ്രാന്തം എന്നിങ്ങനെയാണ് ഇപ്പോൾ സംഘം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിഭാഗ്, കൊല്ലം വിഭാഗ്, ശബരിഗിരി വിഭാഗ്, അതോടൊപ്പം തന്നെ ഇടുക്കി, കോട്ടയം, എറണാകുളം വിഭാഗ് അടങ്ങുന്നതാണ് ദക്ഷിണ കേരള പ്രാന്തം. അതിനുശേഷം എറണാകുളത്തിന് അപ്പുറത്തേക്ക് തൃശ്ശൂർ, അതോടൊപ്പം തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ വിഭാഗങ്ങൾ അടങ്ങുന്ന ഉത്തര കേരള പ്രാന്തം. ആ രീതിയിൽ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടി കേരളത്തിൽ മാറുന്ന ഘട്ടത്തിൽ, അതായത് അത്രത്തോളം സംഘടനാ പ്രവർത്തനം കേരളത്തിൽ കൂടുതൽ ശക്തമാകുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ സംഘത്തിന് ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് കേരളമാണ്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് RSSന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ നടക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള 3 ബൈഠക്കുകളിൽ ഒന്നായ സമന്വയ ബൈഠക്ക് പാലക്കാട് ചേരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. നാളെയും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 1-2 തീയതികളിൽ ഈ ബൈഠക്ക് ചേരുകയാണ്. നേരത്തെ അരുൺ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓരോ സംഘടനയുടെയും, അതായത് ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാർ, ദേശീയ അധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരും സഹസംഘടനാ ജനറൽ സെക്രട്ടറിമാരും ഈ നിർണായകമായ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു സവിശേഷത, ഒന്ന്, കേരളത്തിൽ ഇത് ആദ്യമായി നടക്കുന്നു. സംഘത്തിന് ഇത്രയധികം സ്വാധീനമുള്ള കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ബൈഠക്ക്, ഒന്ന് അഖില ഭാരതീയ കാര്യകാരി
മണ്ഡൽ ബൈഠക് ഒരിക്കൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ചേർന്നതാണ്. അതിനുശേഷം ഇപ്പോൾ സമന്വയ ബൈഠക്കും കേരളത്തിൽ നടക്കുകയാണ്. ഒപ്പം മറ്റൊരു സവിശേഷത എന്നത് സംഘം അതിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. 1925 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിജയദശമി ദിനത്തിൽ RSS രൂപീകരിച്ച് അതതിന്റെ 99 വർഷങ്ങൾ അതിവിജയകരമായി എത്തി നിൽക്കുന്നു. മാത്രമല്ല ഇന്ന് സമൂഹത്തിലേക്ക് സംഘടനയുടെ പ്രവർത്തനം കൂടുതലായി വ്യാപിച്ചു നിൽക്കുന്ന ഈ ഘട്ടം 2025 ആകുമ്പോഴേക്കും ആ വിജയദശമിയിലേക്ക് എത്തുമ്പോഴേക്കും സംഘം അതിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ശതാബ്ദി വർഷത്തിൽ രാജ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി സമൂഹത്തിലേക്ക് എത്തുന്ന സാഹചര്യം, സമൂഹം കൂടുതലായി സംഘവുമായി ചേരുന്ന കാലഘട്ടം. അതിനാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ സമന്വയ ബൈഠക്കിൽ തീർച്ചയായും ചർച്ച ചെയ്യുമെന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായ ഘടകം. അത്തരമൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വളരെ സ്വാധീനമുള്ള പാലക്കാടിന്റെ മണ്ണ് സാക്ഷിയാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ തന്നെയാണ് രാഷ്ട്രത്തിന്റെ പരം വൈഭവമാണ് RSS ഉയർത്തിക്കാട്ടുന്നത് തന്നെ. സർസംഘചാലക് വരെയുള്ള നേതൃത്വം, ശാഖാ മുഖ്യ ശിക്ഷകൻ മുതൽ സർസംഘചാലക വരെയുള്ള നേതൃത്വവും അതിൽ പിന്നെ അവർ കൊണ്ടുപോകുന്ന മറ്റു പരിപാടികളുമൊക്കെ തന്നെ രക്ഷാബന്ധനം ആയിക്കോട്ടെ, മകരസംക്രാന്തി ആയിക്കോട്ടെ, ഒപ്പം അങ്ങനെ നിരവധി കാര്യങ്ങൾ, സമാജ ഉത്സവങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഇപ്പോൾ രാജ്യം മുഴുവനായിട്ട് ആഘോഷിക്കുന്ന ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നില്ലേ? രജനി, അതുതന്നെയാണ്. അതായത് സംഘം 1925 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള എതിർപ്പിന്റെ കാലഘട്ടമുണ്ട്. അത് സംഘത്തിന്റെ ഇപ്പോഴത്തെ സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവത് തന്നെ അദ്ദേഹം 3 കാലഘട്ടമായി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടം എന്നത് സംഘത്തെ എതിർക്കുക, അല്ലെങ്കിൽ ഇതും കൊണ്ട് എന്ത് കാര്യമാണ്, ഈ സംഘടന കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു എതിർപ്പിന്റെ സ്വരം ഒരു കാലഘട്ടത്തിൽ ഉയർന്നു. അതിനെ അതിജീവിച്ചാണ് സംഘടന പിന്നീട് കടന്നു വന്നത്. പിന്നീട് അത് കായികമായി സംഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ തന്നെ കണ്ണൂർ പോലെയൊക്കെയുള്ള ജില്ലകളിൽ ധാരാളം സ്വയംസേവകർ സംഘത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സംഭവങ്ങളുണ്ട്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ RSSന് നേരെ വലിയ ആക്രമണങ്ങൾ ഇസ്ലാമിക ഭീകരശക്തികളുടെ ഭാഗത്തു നിന്നും, കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഭാഗത്തു നിന്നും, മിഷണറിമാരുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആദ്യം എതിർപ്പിന്റെ കാലഘട്ടവും പിന്നീട് ആക്രമണത്തിന്റെ കാലഘട്ടവും കഴിഞ്ഞ് ഇപ്പോഴിത് അംഗീകാരത്തിന്റെ കാലഘട്ടം എന്നാണ് സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ പറയുന്നത്. അതായത് അംഗീകാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതായത് സംഘവുമായി ഇത്രയും കാലം കാര്യമായ ബന്ധമില്ലാതെ നിന്ന, അതല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ താല്പര്യമില്ലാതെ ഒന്ന് മുഖം മടിച്ചു നിന്ന ആളുകൾ പോലും ഇപ്പോൾ ശാഖയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു, ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു. ഇത് അംഗീകാരത്തിന്റെ കാലഘട്ടമാണ്. അതിനാൽ ഈ കാലഘട്ടം കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തി സംഘടനയുടെ ആശയങ്ങളെ കൂടുതൽ സുശക്തമാക്കുക എന്നതാണ് ഓരോ സ്വയംസേവകന്റെയും കർത്തവ്യം എന്നതാണ് ശതാബ്ദി വർഷത്തിൽ നാഗ്പൂര് ഓരോ സ്വയംസേവകനും നൽകുന്ന സന്ദേശം എന്നത്. തീർച്ചയായും അത്തരം വളരെ നിർണായകമായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ വരുന്ന ഒരു വർഷക്കാലം, പ്രത്യേകിച്ച് ശതാബ്ദി ആഘോഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ തന്നെയാകും ഈ സുപ്രധാനമായ ബൈഠക്കിൽ ചർച്ചയാവുക. രജനി, അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 15 വർഷത്തെ തുടർഭരണത്തിലേക്ക് BJP ചൂടുവെക്കുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. ഇവിടെ ജനങ്ങളാണ് വലുത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന RSS മാത്രമാണ്. അടിസ്ഥാന ശില പോലും അതാണ്. RSSന്റെ നയസമീപനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു സമ്മേളനം കൂടി ആയിരിക്കില്ലേ നാളെ മുതൽ നടക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക്? യെസ്, അഖില ഭാരതീയ സമന്വയ ബൈഠക് നാളെ മുതൽ ആരംഭിക്കുവാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുവാൻ പോകുന്ന ഒരു ബൈഠക് തന്നെയായിരിക്കും നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന അഖില ക്യാമ്പസിലാണ് ചടങ്ങുകൾ നടക്കുക. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റുമെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സോണൽ കൃഷ്ണ കൂടെ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. സോണൽ, ലക്ഷ്യത്തിലേക്കുള്ള 5 ചുവടുവയ്പ്പുകളുമായിട്ട് RSS സമന്വയ ബൈഠക് നാളെ മുതൽ നടക്കുവാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര നിമിഷം കൂടെ എന്ന് വേണം പറയാൻ. ഇതാദ്യമായിട്ടാണ് സമന്വയ ബൈഠക് കേരളത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ ഈ ഒരു വർഷത്തിൽ തന്നെ നടക്കുമ്പോൾ കേരളത്തിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന ഒരു വർഷമാണ്. പാർലമെന്റിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കുവാൻ കഴിഞ്ഞു. അത് തന്നെ ഏറെ അഭിമാനകരമായ നിമിഷം. അപ്പോൾ ഇനി ബാക്കിയുള്ള ചുവടുവയ്പ്പുകൾ, ഒപ്പം സംഘടനാ ശക്തി, ചുവടുവയ്പ്പുകളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ, ചുവടുവയ്പ്പുകൾ, തീരുമാനങ്ങൾ ഒക്കെ തന്നെ ആയിരിക്കില്ലേ നാളത്തെ സമന്വയ ബൈഠക്കിൽ നടക്കുവാൻ പോകുന്നത്?
തീർച്ചയായിട്ടും രജനി, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് അത് കേരളത്തിൻ്റെ മണ്ണിൽ, പാലക്കാടിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്നു. നാളെ മുതലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാ ഒരുക്കങ്ങളും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അവസാന വട്ട ഒരുക്കങ്ങൾ മാത്രമാണ് അതിനെ കഴിയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രധാനമായി പറയേണ്ടത് ഏതൊരു സ്വയം സേവകനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് കേരളത്തിൻ്റെ മണ്ണിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അഹല്യ ക്യാമ്പസിലെ ആണ് ഇത്തരത്തിലൊരു സജ്ജീകരണം, വലിയ തോതിൽ വലിയ സുരക്ഷയോടുകൂടി തന്നെ കൃത്യമായൊരു സജ്ജീകരണം സമന്വയ ബൈഠക്കിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 32 വിവിധ ക്ഷേത്ര സംഘടനകൾ, പരിവാരവുമായി ബന്ധപ്പെട്ട 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ എത്തും. കൃത്യമായിട്ട് നാളെ മുതലാണ് യോഗങ്ങളെല്ലാം തന്നെ ആരംഭിക്കുക. 31 സെപ്റ്റംബർ 1, 2 ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലായിട്ടുള്ള യോഗങ്ങളാണ് ഇവിടെ നടക്കുക. എല്ലാ വർഷവും ഇത്തരത്തിൽ സമന്വയ ബൈഠക്ക് സംഘം വിളിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ മലയാളികൾക്കേറെ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയൊരു അഭിമാന നിമിഷം എന്ന് പറയേണ്ട തക്ക കാരണങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു താമര വിരിയുന്ന, BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ മലയാള മണ്ണിലേക്ക് ഇത്തരത്തിൽ സമന്വയ ബൈഠക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സംഘം അതിൻ്റെ 100ാം വയസ്സിലേക്ക് കടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ബൈഠക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അടുത്ത വർഷം ചെയ്യാനിരിക്കുന്ന എല്ലാ വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ വർഷം ചെയ്ത പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും, അങ്ങനെ എല്ലാ തരത്തിലുള്ള അവലോകനങ്ങളും മറ്റ് പ്ലാനിങ്ങുകൾ ഉൾപ്പെടെയുള്ളവ ഈ യോഗങ്ങളിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12:45 സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചുമതലപ്പെട്ട വ്യക്തികൾ ഇത്തരത്തിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളും മറ്റും പ്രസ് മീറ്റിലൂടെ വ്യക്തമാക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച്, കേരളത്തിലെ സ്വയം സേവകരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജനി, ശരി. ഗൗതം കൂടുതലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഗൗതം, ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗൗതം അത് കേട്ടിട്ടില്ല. 15 വർഷത്തെ തുടർ ഭരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ശില എന്ന നിലയിൽ RSSന്റെ സമീപനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു സമ്മേളനം കൂടിയായി അതിൽ മാറില്ലേ? ഒപ്പം അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാജ്യം ഇനി ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇനി ലക്ഷ്യത്തിലേക്ക് അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും. ഒപ്പം 5 ചുവടുവയ്പ്പുകൾ വേണം, ഇനി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായിട്ടുള്ള 5 ചുവടുവയ്പ്പുകൾ വേണമെന്ന് കഴിഞ്ഞ ബൈഠക്ക് സമ്മേളനത്തിൽ, അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് സമ്മേളനത്തിൽ പൂനെയിൽ വെച്ച് നടന്ന ആ ഒരു സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെ ആയിരിക്കില്ല ഇനി വരും ദിവസങ്ങളിൽ. രജനി, അത്തരം 5 പ്രധാനപ്പെട്ട ലക്ഷ്യം സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, ശാഖകളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക, അതായത് ശാഖാപ്രവർത്തനവും സംഘപ്രവർത്തനവും വ്യാപിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിനെ കൂടുതലായി ശക്തിപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ളതാണ് രണ്ടാമത്. മൂന്നാമതായി സമാജത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമാജത്തെ കൂടുതൽ സംഘടനയുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ സംഘടന കഴിഞ്ഞ 99 വർഷമായി സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ധാരണ സമൂഹത്തിന് കൂടുതലായി നൽകണം. അതിലൂടെ സമാജത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതാണ് നാലാമതായി സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അഞ്ചാമതായി നരേറ്റീവുകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇന്ന് ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം, നരേറ്റീവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിരോധങ്ങളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളും എല്ലാം ഹിന്ദു സമൂഹവും അതോടൊപ്പം തന്നെ രാഷ്ട്രവും നേരിടുന്ന കാലഘട്ടമാണ്. അതിനാൽ ഈ നരേറ്റീവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ദിശാബോധം ഓരോ സ്വയം സേവകർക്കും ഉണ്ടാകണം. അങ്ങനെ 5 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ശതാബ്ദി വർഷത്തിൽ നടപ്പാക്കേണ്ടത് സംബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇപ്പോൾ ലക്ഷ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് RSSന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇത് കൂടാതെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ശതാബ്ദി വർഷത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബൈഠക്കിനകത്ത് സ്വാഭാവികമായും വിശദീകരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്കറിയാം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ബൈഠക്കുകളാണ് ഒരു വർഷത്തിൽ നടക്കാറുള്ളത്. അതിലൊന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. അത് സാധാരണയായി മാർച്ച്
മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ നാഗ്പൂരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കാറുള്ളത്. അത് 3 വർഷത്തിലൊരിക്കൽ നാഗ്പൂരിലും ചേരാറുണ്ട്. നാഗ്പൂരിൽ നടക്കുന്ന പ്രതിനിധി സഭയിലാണ് സംഘത്തിന്റെ അധികാരം മാറ്റങ്ങൾ, അതായത് ചുമതല മാറ്റങ്ങളും പുതിയ ചുമതലകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നാഗ്പൂരിൽ RSSന്റെ കേന്ദ്രീയ കാര്യാലയത്തിൽ നടക്കുന്ന പ്രതിനിധി സഭയിലാണ്. ഉദാഹരണമായി കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് പ്രതിനിധി സഭ നാഗ്പൂരിൽ ചേരുന്നത്. അതിൽ ഇപ്പോഴത്തെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സർക്കാര്യവാഹായി തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ പ്രതിനിധി സഭയിലാണ്. അദ്ദേഹത്തിനൊപ്പം 6 പുതിയ സർക്കാര്യവാഹുമാരുടെ പ്രഖ്യാപനം കൂടി, സഹസർക്കാര്യവാഹുമാരുടെ പ്രഖ്യാപനം കൂടി ഈ നാഗ്പൂരിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു ബൈഠക്ക് സാധാരണയായി ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്ക് നടക്കാറുണ്ട്. അതിൽ ചുമതല പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെയല്ല, മറിച്ച് ആ ബൈഠക്കിനകത്ത് സ്വാഭാവികമായി പങ്കെടുക്കുന്നത് പ്രാന്തീയ തലത്തിലുള്ള ചുമതലയുള്ളവർ, പ്രാന്ത പ്രചാരക, പ്രാന്ത കാര്യവാഹ, അതോടൊപ്പം തന്നെ പ്രാന്ത സംഘചാലക തുടങ്ങി പ്രാന്ത ടോളിയിലെ ചുമതല വഹിക്കുന്നവരാണ്, കാര്യകർത്താക്കളാണ് സാധാരണയായി അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം നേരിട്ട് നയിക്കുന്ന അല്ലെങ്കിൽ സംഘത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്ന കാര്യകർത്താക്കൾക്ക് വേണ്ടിയാണ് ഈ 2 പ്രധാനപ്പെട്ട ബൈഠക്കുകൾ, അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്ക്, അതോടൊപ്പം തന്നെ അഖില ഭാരതീയ പ്രതിനിധി സഭ. ഈ 2 ബൈഠക്കുകൾ കൂടാതെയാണ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെ വിളിക്കുന്ന പാലക്കാട് നാളെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന സമന്വയ ബൈഠക്ക് നടക്കുന്നത്. സ്വാഭാവികമായും സമന്വയ ബൈഠക്കിന്റെ സവിശേഷത എന്നത് തന്നെ മറ്റ് 2 ബൈഠക്കുകൾ RSSന്റെ കാര്യകർത്താക്കൾ നേരിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഇതിൽ 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ, സംഘം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സംഘത്തിന്റെ നിർദ്ദേശാനുസരണം തന്നെ പ്രവർത്തിക്കുന്ന 32 വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരും അധ്യക്ഷന്മാരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി ഇപ്പോൾ സംഘത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട് ABVP അതിന്റെ 1 വർഷക്കാലം നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ABVP വിശദീകരിക്കും. ഒപ്പം തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് BMS ഉണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു ഏകീകരണവും ഹിന്ദു സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത്, അതിന്റെ യുവജന സംഘടനയായിട്ടുള്ള ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘടനകൾ. അപ്പോൾ അത്തരം സംഘടനകൾ എല്ലാവരും കൂടി എത്തി ഒരു സമന്വയത്തിലൂടെ എങ്ങനെ ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പരംവൈഭവം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും പാലക്കാട്ട് നടക്കുക. രജനി, RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് നാളെ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ആരംഭിക്കുവാൻ പോവുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൽ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുക. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. കേരളത്തിൽ ആദ്യമായാണ് അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആരുണാലത്തൂരും സോണൽ കൃഷ്ണയും ഗൗതം ആനന്ദനാരായണനും.